ഇതാണ് മുഹീദ്ദീന്റെ ദൗത്യം. ഓരോ കാലത്തെയും മുഹീദ്ദീന്മാരുടെ ദൗത്യം മനുഷ്യന്റെ ആത്മാവിന് ജീവൻ നൽകി അള്ളാഹുവുമായി കണക്ട് ചെയ്യുക എന്നതാണ്. ഈ പുണ്യസമയത്ത് ഒരുപാട് ഓർമ്മകളും വളരെ പ്രാധാന്യമേറിയ ചിന്തിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ മുഹൂർത്തമാണ് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളുടെ മാസം. ഇത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അത് കൊണ്ടാടുകയും ആചരിക്കുകയും ഒക്കെ നാടുനീളെ ചെയ്തു വരുന്ന സന്ദർഭമാണ്. എന്നാൽ ഈ സന്ദർഭം ആനുകാലിക മുഹീദ്ദീൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെയും പുണ്യ വസന്ത പുലരി ആ പൂവിരിഞ്ഞ സന്ദർഭം കൂടിയാണിത്. ഇതാണ് ആർക്കും അറിയാത്തത്. ചരിത്രം നാം പറയുമ്പോഴും ആചരിക്കുമ്പോഴും ആ ചരിത്രത്തിന്റെ പ്രസക്തി ഇന്ന് എവിടെ എന്ന് ചിന്തിക്കുമ്പോൾ നാം നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു ജന്മവും ഒരു സാന്നിധ്യവുമാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി. ഈ പുണ്യ റബീഉ സാനി, ഇവിടെ ഈ പുണ്യ മാസത്തിൽ, ഈ പുണ്യ സമയത്ത് ഈ മാസം നമ്മോട് എന്തു പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് ചരിത്രം പറഞ്ഞതുകൊണ്ട് ആ ചരിത്രം പറഞ്ഞ് കേട്ടങ്ങനെ പോകുമെന്നല്ലാതെ ഈ മാസം നമ്മോട് എന്ത് പറയുന്നു, ഈ മാസത്തിൽ നിന്ന് നാം എന്ത് ഉൾക്കൊള്ളണം എന്ന് നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. മുഹീദ്ദീന്റെ മാസമാണ്. മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീനിനെ ജീവിപ്പിക്കുന്നവൻ. ദീനിനെ ജീവിപ്പിക്കുക, നമ്മളെപ്പോഴും പറയും ദീനിനെ ജീവിപ്പിക്കുന്നവൻ. എങ്ങനെയാണ് ദീനിനെ ജീവിപ്പിക്കുന്നത്? ഈ ദീനിന്റെ സത്ത മനുഷ്യന് നൽകി മനുഷ്യനെയാണ് ജീവിപ്പിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ ആത്മാവിനെയുമാണ് ജീവിപ്പിക്കുന്നത്. ഇതിന് ഒരു മുഹീദ്ദീൻ ആവശ്യമുണ്ട്. മനുഷ്യന് ജീവിക്കണമെങ്കിൽ, അതായത് മനുഷ്യന്റെ യഥാർത്ഥ ജീവൻ, മനുഷ്യന്റെ ആത്മാവിന് അള്ളാഹുവിന്റെ കണക്ഷനും ആ ജീവനും ലഭിക്കണമെങ്കിൽ ഒരു മുഹീദ്ദീൻ ആവശ്യമുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ ചരിത്രമൊക്കെ നമ്മൾ എപ്പോഴും വഅദിലും മറ്റൊക്കെ പറയുന്നതാണ്. ഞാൻ മരിച്ച ദീനിനെ കാണുന്നു. അവിടെ നാം മനസ്സിലാക്കിയ രീതിയിലുള്ള ദീനിന് ഒരു മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നാം മനസ്സിലാക്കിയ ദീൻ ഇതുപോലെ തന്നെ അവിടെയും നിലനിന്നിരുന്നു. പക്ഷേ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് ഞാൻ മരിച്ച ദീനിനെ കാണുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സിൽ, ആത്മാവിൽ ദീനില്ല, ജീവനില്ല. ആ ആത്മാവിന് അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ ഇല്ല. അത് നൽകുകയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് ചെയ്തത്. ഇതാണ് മുഹീദ്ദീന്റെ ദൗത്യം. ഓരോ കാലത്തെയും മുഹീദ്ദീന്മാരുടെ ദൗത്യം മനുഷ്യന്റെ ആത്മാവിന് ജീവൻ നൽകി അള്ളാഹുവുമായി കണക്ട് ചെയ്യുക എന്നതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഈ മനുഷ്യന്റെ ആത്മാവിന് ജീവൻ നൽകണമെങ്കിൽ, അള്ളാഹുവുമായി കണക്ട് ചെയ്യണമെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രമേ കഴിയൂ. അതാണ് യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂലി. നിങ്ങൾ അള്ളാഹുവിന്, വലിർ റസൂലി, റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. അവിടെ ഖുർആനിന്റെ ഒരു പ്രത്യേക ശൈലിയാണത്. ലില്ലാഹി വലിർ റസൂൽ എന്ന് പറഞ്ഞാൽ ലി റസൂലില്ലാഹി എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടതെന്നാണ്. കാരണം റസൂലാണ് നമ്മോട് വന്ന് സംസാരിക്കുന്നത്, അള്ളാഹു അല്ല വന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന് ഉത്തരം നൽകണം. അതിന് അള്ളാഹു എന്ത് നമ്മളോട് പറഞ്ഞു? നമ്മോട് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളയാണ്. അപ്പോ ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്.